ഹലോ 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 അയ്യോ അമ്മേ, ഇന്ന് അച്ഛൻ പടം വായിപ്പിക്കില്ലായിരിക്കൂലേ? ഇന്നത്തെ പാട് ഇച്ചിരി പ്രശ്നം. ഇന്നത്തെ പാട് കുറുക്കനെ പറ്റിയ. നമ്മളിനി എന്ത് ചെയ്യും പല്ലയ്യ? അമ്മ പാഠം 5 കുറുക്കൻ. രാത്രിയാവുന്നു, പട്ടികൾ മൂങ്ങുന്നു, തവളകൾ കരയുന്നു, കുറുക്കൻ പോകുന്നു. എന്ത് ചെയ്യും? അല്ല അമ്മേ, ഒരു സംശയം. എന്നാൽ നമ്മുടെ അപ്പനെ എന്തിനായി കുറുക്കൻ കുറുക്കൻ നാട്ടുകാർ വിളിക്കണേ? നിന്റെ അപ്പനും അപ്പന്റെ അപ്പനും അവരുടെ പാരമ്പര്യമായിട്ടേ കോഴിക്കളമാരായിരുന്നു. വെറുതെയല്ല, ഞാനും വലുതാവുമ്പോ ഒരു കളറാവുമായിരിക്കും. വല്ലാത്ത ആഗ്രഹം തന്നെ. വെറുതെ അല്ലാന്നേ, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോ എനിക്ക് കോഴികളെ കാണുമ്പോഴേ ഒന്ന് പിടിക്കാൻ തോന്നും. എന്തിന് പറയുന്ന മൊത്ത നട്ടാ കുമ്പള മുളയ്ക്കോ? അത് തുറന്ന് നല്ലൊരു ദിവസമായിട്ട് തെറിവിളിയാണ് നമ്മുടെ മനസ്സിലായില്ല. വെട്ടുകളായിട്ട് നല്ലൊരു ദിവസമായിട്ട്. ചേട്ടാ ഒരു കാര്യം ചോദിക്കണേ. ഈ നാട്ടുകാരെല്ലാം ചേട്ടനെ ആ മറ്റേ പേര് വിളിക്കുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? അറിയാൻ വേണ്ടി ചോദിച്ചതാ. എന്നാലും ആ പേര് വരാനുള്ള കാര്യം എന്തായിരിക്കും? നല്ല കുടുംബത്തിൽപ്പെട്ടുള്ളതാ തോന്നുന്നു. ഞാൻ പറയാം, ഒരാളോടെ എനിക്കത് പറയണം. കുറച്ച് സമാധാനമായിട്ട് കിട്ടുമല്ലോ. മോനറിയാമോ, എന്റെ കല്യാണം അടിപൊളി കല്യാണം. ഉള്ള ഒന്നാന്തരം കോഴി ബിരിയാണി കഴിച്ചോനെല്ലാം ഹാപ്പി. ഒരാൾ അതാ വേണ്ട എന്റെ ഭാര്യ. മോനറിയാമോ, ആദ്യ രാത്രി ഞാൻ മണിയറയില് അവളെയും കാത്തിരിക്കല് ഇരിക്കാം. ഞാൻ നോക്കുമ്പോ അവളെ ഒരു ഗ്ലാസ് പാലുമായിട്ട്
ആ വാതിൽ കേറി ഇങ്ങ് വരും. ആ മരം കണ്ടപ്പോഴേ എനിക്ക് മൂടാൻ മൂടാതെ എന്താ ഏട്ടാ? ഒരു ഒതുവില്ല അവിടെ. ചേട്ടാ 10 കൊതുക് ഞാൻ വായിച്ചത്. ചേട്ടാ കാര്യം പറ. എന്താ സംഭവിച്ചത്? ആദ്യരാത്രി നല്ല പ്രായമാണ്. അങ്ങനെ അവൻ ആദ്യരാത്രിയില് പാല് വഴി വന്നിട്ട് ഒരു തുള്ളി തരാതെ അവള് കുടിച്ചിട്ട് പറയാ, എനിക്ക് വിശക്കൊന്നും, എനിക്ക് കോഴി ബിരിയാണി വേണം. കൂട് നശിപ്പിച്ചെന്നാ. 10 വട്ടത്തിന് കേസ് എടുക്കുന്ന കാര്യം. ആദ്യമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമില്ലേ, നമുക്ക് കുറച്ചിലാവാൻ പറ്റില്ലല്ലോ. ഞാൻ പയ്യെ ആ മുറി വിട്ട് ഇറങ്ങി. ചേട്ടൻ ഒരിക്കലും ആ മുറി വിട്ട് ഇറങ്ങാൻ പാടില്ല. ചേട്ടന്റെ ഭാഗത്തും തെറ്റുണ്ട്. സത്യം, ഞാൻ അടുക്കളയിൽ പാത്രങ്ങൾ മുഴുവൻ നോക്കി, എല്ലാം മരം വടിച്ചു വെച്ചിരിക്കുക. പിന്നെ ഞാൻ പോയി വണ്ടി എടുത്തു, ഹോട്ടലെല്ലാം തപ്പി, എന്നുമില്ല കോഴി ബിരിയാണി. ചേട്ടൻ ഒത്തിരി ദൂരം പോയി, ഇനി വന്നിട്ട് എന്ത് കാണിക്കാനാണ്? കൂടൊക്കെ പോയി കാണും. ഞാൻ എങ്ങനെ ഒരു പരാജയനായിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോ മോനെ അത് കണ്ടോ, അതിലൊക്കെ ആ മരം കണ്ടോ? ഞാൻ നോക്കുമ്പോ ഒരു പിടക്കോഴി ആകെ വിഷമിച്ചിരിക്കുക. എനിക്കറിയാം അത് നാളെ ഏതെങ്കിലും വണ്ടിയുടെ മുമ്പിൽ ചാകാനുള്ള സെറ്റപ്പിലത്. എന്നാ പിന്നെ അതിനെ പിടിച്ച് കറിവെച്ചേക്കാന്ന് ഞാൻ ഒന്ന് പിടിച്ചതും പെണ്ണിന്റെ സ്വഭാവം. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഞാൻ എങ്ങനെ ചേട്ടൻ നാട്ടുകാരുടെ സ്വഭാവം പറ. ചേട്ടൻ എന്തായാലും ഒരു കാര്യം തെളിയിച്ചു, ചേട്ടൻ സ്നേഹമുള്ളൂ. അതാണ് എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ അന്ന് ഒരു കാര്യം തീരുമാനിച്ചു, ഇവിടെ കോഴിയിൽ ഒരു സാധനം കേട്ടത് ഉണ്ടാക്കരുത്. മോനോടുത്ത് പറഞ്ഞപ്പോ ബാബു ബാബു എന്റെ മനുഷ്യരോട് ചോബേ ചോബേ വീട് ബെസ്റ്റ് ഫാമിലി. എന്തായാലും ചേട്ടാ ഓണമായിട്ട് ഞാൻ അടിയുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഹാപ്പി ഓണം. കാണാം. നല്ല പോയി ഒരു മാളം നല്ല പയ്യല്ലേ, മോളുണ്ടാകുന്ന രക്ഷ കൊടുക്കായിരുന്നല്ലേ. ഇങ്ങോട്ട് പറഞ്ഞ അവൻ കിടന്നു എന്നെ കൊണ്ട് മനസ്സിലായില്ലല്ലേ? ഞാൻ ചന്ദ്രൻ ചാണകക്കുഴി, പ്രസിഡന്റ് ചന്ദ്രൻ ചാണകക്കുഴി. കാട്ടായിക്കോട്ടെ ഒരു കാര്യം സാധിക്കാനുണ്ടായിരുന്നു. ഞങ്ങളുടെ പാർട്ടി ഒരു വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോവുകയാണ്. ഇല്ല ചേട്ടാ, വീടൊന്നും മാറിയിട്ടില്ല. ഞാനിവിടെ അന്വേഷിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടി ഒരു വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോവുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു യുവ നേതാവിനെ കോഴിയാണെന്ന് പറഞ്ഞ മറ്റന്മാര് പോക്കി. ഞങ്ങൾക്ക് അവിടുന്ന് ഒരു 2 കോഴി എത്താൻ നോക്കി തരണം ചേട്ടാ. ഞാൻ ഈ ദേശത്ത് അന്വേഷിച്ചപ്പോ താൻ ഇവിടുത്തെ ആസ്ഥാന കോഴിപിടുത്തക്കാരനാണ്. അയ്യോ സാറേ, ഇങ്ങനെ കോഴിപിടുത്തല്ല. ഞാൻ പാടത്തും മരത്തിലൊക്കെ 1-2 കോഴിനൊക്കെ വേറെ സാറ് പോയാട്ടെ. അടുത്ത ഭരണം നമ്മുടെയാ, അതിനുള്ള പ്രയോജനം ഉണ്ടാവും. അപ്പൊ താനാണല്ലേ ഞാൻ 2 കോഴികൾക്ക് അത് നോക്കിയത്. ഹലോ, നിങ്ങൾ എവിടെയാ? മീൻ മേടിക്കാനെന്ന് പറഞ്ഞു പോയിട്ട് എത്ര നേരായി? അതെ, എനിക്കെല്ലാം മനസ്സിലായി. അടുത്ത ആരാ ഉള്ളത്? ഫോണൊന്നും കൊടുത്തേ. അതെ, അങ്ങനെ തനിക്ക് നല്ല സുഖമില്ല. അങ്ങനെ DCC പ്രസിഡന്റ് ഒന്നുമല്ല കേട്ടോ. പാകിസ്ഥാനിൽ നിന്നും കിട്ടാതെ വിഷമിച്ച് ബോധം പോയതാ. ഒന്നും തോന്നല്ലേ.
അങ്ങനെ പോക്കറ്റിൽ ഒരു ഗുളികയുണ്ട്. അത് കഴിക്കാൻ കുറച്ച് വെള്ളം കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഉപദ്രവിക്കാതെ ഒന്ന് വിട്ടേക്കണം. ഹലോ നമസ്കാരം. ഓരോ വള്ളിക്കെട്ട് ഓണമായിക്കൊണ്ട് കേറി വരുന്നു. എന്റെ മനുഷ്യ അവന് തലവേദന ഉറങ്ങി. പാടം വായിച്ചോ? ഇന്ന് ഓണല്ലേ, അവൻ തലവേദന ഉറങ്ങി. ഓണപ്പരീക്ഷയാ വരുന്നേ. എന്തിയാവൻ പാടം വായിക്കണ്ടേ? ആ ചെക്കൻ ഒരു ദിവസം കിടന്ന് ഉറങ്ങട്ടെ. കുട്ടപ്പായി ഓ, കുട്ടപ്പായി ഇങ്ങനെ ഉറങ്ങാ. ഉറക്കം വരുന്നപ്പാ. പാടം വായിച്ചു. നല്ല തലവേദന. അപ്പം വന്നിട്ട് പാടം വായിച്ചിട്ടല്ലേ നല്ല കിടക്കാറുള്ളത്. തലവേദന. ഉറക്കം ഉണ്ട്. പഠിക്കണ്ട, പഠിക്കണ്ട. ഒരു അപ്പല്ലേ സമാധാനം. ബുക്കെടുത്തേ. എന്തിയാ ബുക്ക്? ബുക്കെടുത്തേ. പെട്ടെന്ന് വായിച്ചോ. പെട്ടെന്ന് ആ ചെക്കൻ ഉറങ്ങട്ടെ കുറച്ചു നേരം. പാഠം ആ 6 ആ മൈന. ആ ക്ലാക്ലി. ആ സുരേഷ് തിരിഞ്ഞു നോക്കി. അതാ മുറ്റത്തൊരു മൈന. ഇന്നലെ ഏതാ പാഠം വായിച്ചേ? പാഠം 4 അത്തമ്മ. അപ്പൊ പാഠം 5 വിട്ടുപോയി. പാഠം 5 കണ്ടോ? ഇങ്ങനെയാ പഠിക്കുന്ന. ആ പാഠം ആ 5 ആ രാത്രിയാകുന്നു. ആ പട്ടികൾ മൂങ്ങുന്നു. ആ തവളകൾ കരയുന്നു. ഉം. ഊന്നു. ആര് ഊന്നു എന്ത് ഊന്നു നോക്കി വായിക്കണം. അപ്പ ഒന്ന് ഉറങ്ങട്ടെ, അത് തലവേദന എടുക്കും, ആ അതുകൊണ്ടാ. രാത്രിയാവുന്നു. ആ അതെ അപ്പ, ആ ഇന്നേ ഉം. സ്കൂളിലൊരു സംഭവമുണ്ട്. ആ നമ്മുടെ സ്കൂളിന്റെ ബോർഡില് ആ ആരും എഴുതി വെച്ചോന്നേ, സരിത ടീച്ചർ പ്ലസ് സോമൻ സാർ. ഛേ! ഞാനതപ്പ തന്നെ മാറ്റുന്നു. ആ ഈ കുത്തുള്ളവനോടാ എന്തോ എന്റെ മോനാ. എന്നിട്ടേ ആ ആരും കാണാതെ ഞാനത് ആ സ്കൂളിന്റെ മതിലേക്ക് വലിയ ശ്രദ്ധ എഴുതി. ഇപ്പൊ എല്ലാവർക്കും വായിക്കാം. എടാ, പണ്ടോ തന്നെ. നീ എന്നിട്ട് പറയാൻ ഞാൻ പറഞ്ഞോ? ഇവിടെ ഓണല്ലേ. ദൈവമേ, ബാക്കി വായിക്കാം. രാത്രിയാവുന്നു. ഉം. പട്ടികൾ മൂങ്ങുന്നു. ഉം. നീ ഒപ്പടെ തല്ലി എന്താ പറ്റിയാണ്? ആ ചെക്കൻ പയ്യൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു? അവൻ അവിടെ പോയി കിടന്ന് ഉറങ്ങട്ടെ. വൈറ്റേ ആ അപ്പ അതെ, ആ അപ്പനെ ആ ഒരാളാക്കി വിളിച്ചാൽ ആരെ? വനജ ടീച്ചർ. എന്നെയോ? ഏത് നാച്ചുറുണ്ട് അവർക്ക് പണ്ടേ എന്നെ ഒരു നോട്ടമുള്ള അവരെന്താ ചോദിച്ചേ? എന്നെ പറ്റി എന്താ ചോദിച്ചേ? വനജ ടീച്ചർ ചോദിക്കുവാ. അപ്പാ ആ വനജ ടീച്ചർ ചോദിക്കുവാ, ആ നീ ഏത് അലവലാദിയുടെ മോനാണ്? ഇവൻ അവിടെ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും. കൊള്ളാം. നിങ്ങൾ അവരോട് പുസ്തകം ഇങ്ങോട്ട് വാന്നേ. അവൻ പോയി കിടന്ന് ഉറങ്ങട്ടെ വന്ന്. അമ്മായിക്ക് ഒരു വളരെയില്ലെന്ന്. മാറ്റി അവൻ വായിച്ച് അവന് ഉറങ്ങട്ടെ ഉറങ്ങട്ടെ. തലവേദന എടുത്തിട്ട് പറയണ്ടേ. ആ നിങ്ങൾ വന്നേ. എന്താ പ്രശ്നം? ആ ദേ, ആ
നല്ല അപ്പവും മട്ടൻ കറിയും ഉണ്ടാക്കി. ഇന്നെന്താ ഒരു പ്രത്യേക സ്നേഹം? അതെ, അവനെ പാടം ഒന്ന് കഴിഞ്ഞോട്ടെ. മട്ടനും അപ്പം എടുത്തു വെച്ചേരെ. പാടം കഴിഞ്ഞു പിടിപ്പിക്കാം. വേഗം മട്ടൻ തണുത്തു പോകുന്നത്. ആ ആ രാത്രിയാവുന്നു, പട്ടികൾ മൂങ്ങുന്നു. ആ നീ എന്തിനാ അങ്ങോട്ട് പോകുന്നു? ഇവിടെ വായിക്കടാ. ഇനി എന്താ പ്രശ്നം? മട്ടൻ ചൂടാക്കാൻ. ആ ആ ആ ആ ഇന്ന് പുഴ അവിടെ വായിക്കുന്നത്. ആ ചെറോ ഇത് കിട്ടണല്ലോ. ശാന്തി അത് ഈ ആദ്യരാത്രി പോലും സാധനം. പറഞ്ഞല്ലോ. ഇല്ല, ഞാനേ വായിച്ചതാണ്. രാത്രിയാവുന്നു. കൃത്യമായിട്ട് അതെ, അവന് പറഞ്ഞത് ഉള്ളതാണ്. അത് രാത്രി മട്ടൻ കറി ഞാൻ പൊളിക്കും. അതെ, ഒരു 5 മിനിറ്റ് അവൻ അത് ഒന്നും തീർക്കും, അല്ലെങ്കിൽ ഒരുപാട് വെറുതെ അല്ല ഞാൻ ഈ വീട്ടിൽ ഒറ്റക്കുതർന്നായിരുന്നു. രാത്രിയാവുന്നു, പട്ടികൾ മൂങ്ങുന്നു. എന്ത് ഭാഷയാണ്? പറവകൾ പൂക്കൾ വിടുന്നു, പരിമളം വളരുന്നു. ഇതൊരുപാട് പട്ടി പോകുന്നതാണ്. ഞാൻ ആ ശിവൻകുട്ടി ഒന്ന് കാണുന്നുണ്ട്. അപ്പാ, അതെ, എന്റെ കാര്യം അറിയോ? അമ്മ ഇന്ന് മട്ടൻ കറിയാണെന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചത് കോഴിക്കറിയാ. ഈ മട്ടൻ കറിയാന്ന് പറഞ്ഞ് കോഴിക്കറിയാണ് ഉണ്ടാക്കി. എവിടെ കേട്ടിട്ട് കോഴി? ഈ നാട്ടുകാരൻ നമ്മുടെ എല്ലാ നെഞ്ചത്തോട്ട് വരുമോ? പിന്നെ കോഴി പിടിച്ചെന്ന് പറഞ്ഞു. എവിടെ എന്റെ കോഴി? കോഴിക്കറി അത് ചരിത്രമല്ല, ചാരിത്രം. അതെ, മട്ടൻ കറി അത് കുറുക്കനേക്കാൾ നല്ലതാണല്ലോ കോഴിക്കറി എന്ന് വിചാരിച്ചു പറഞ്ഞു. അതുകൊണ്ട് പൊക്കോളൂന്ന് വിചാരിച്ച അതുകൊണ്ട് പൊക്കോളൂന്ന് വിചാരിച്ചപ്പോ അതുകൊണ്ട് നീ എന്ത് ഇഞ്ചി കഴിച്ച് കുറയ്ക്കണെ പോലെ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കോഴിക്കറി. രാത്രിയാവുന്നു, പട്ടികൾ രാത്രിയാവുന്നു, കഞ്ഞിയായ അമ്മ. ഇവനെ കൊണ്ട് ഇന്ന് വായിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ട്. പറഞ്ഞോ. രാത്രിയാവുന്നു, പട്ടികൾ മൂങ്ങുന്നു, തവളകൾ കരയുന്നു. രാത്രിയാവുന്നു, പട്ടികൾ മൂങ്ങുന്നു, തവളകൾ കരയുന്നു, കുറുക്കൻ മൂങ്ങുന്നു.